1-2 മണിക്കൂറായിക്കാണ് മുറുക്കാനുമായി പോയിട്ട്. എങ്ങടാ കോവിലത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. അത് നോക്കിയിരിക്കലല്ലോ എന്റെ പണി. എത്രയായി? 7:50. 1 മണിക്കൂർ ആയല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട്. എന്റെ കാര്യം എന്തായി? മുതലാളി വരാതെ ഞാൻ പൈസയും തരത്തില്ലേ. താൻ പോയിട്ട് നാളെ കാണാം. വാ. നല്ല ഇടപാടാ. അവര് പുറത്തു വെറ്റുന്നുണ്ട്. വിളിക്കട്ടെ സർ? അവരെ രാജൻ അറിയോ? അറിയും. കുറച്ചു കാലം ഞാൻ അവരുടെ നൈബറായിരുന്നു. വരാൻ പറയൂ. യു ഗോട്ട് ദ ഡീറ്റെയിൽസ്? ട്രൈങ് സർ. ഉണ്ണി, ഇന്നലെ സന്ധ്യ മുതൽ സർവന്റ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തില്ല? അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ. സാർ അറിയുമായിരിക്കും, അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാ. കോടതി പോയണ്ട കൂടെ വരാൻ ഞാൻ. അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാമുകനോ? നല്ല കോളായി. അവൾക്ക് അങ്ങനെ ആരുമില്ല. അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ? രാമൻ പോയി അന്വേഷിച്ചു. അവൾ വീട്ടിലെങ്ങും പോയിട്ടില്ല. ആരാ ഈ രാമൻ? വീടിനടുത്തുള്ള ഒരാളാ. അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല. പിന്നെ അവളവിടെ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കി സർ. എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു എഫ്ഐആർ തയ്യാറാക്ക്. സർ. കൈയൊന്ന് പൊക്കിയേ. എന്തിനാ? തന്റെ കൈക്ക് ചോരയുടെ മണമുണ്ടല്ലോ. ഇത് സാമ്പാറിന്റെ മണമാ. ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാറായിരുന്നു. വക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ? വയ്യോ. അതെ, തന്റെ ഡിവൈസ് പേര് ശപ്പന. രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ. അയാൾ എന്താ രാജേട്ടാ രക്തം മണക്കുന്നു പറഞ്ഞത്? അത് പോലീസുകാരുടെ അടവാ, സൈക്കോളജിക്കൽ ടെസ്റ്റ്. അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മുഖത്ത് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കും, അത്രേ ഉള്ളൂ. അവർക്ക് ചേട്ടന് സംശയമുണ്ടോ രാജേട്ടാ? എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് അവിടം വരെ പോയി അന്വേഷിച്ചിട്ട് വന്നാലോ? വേണ്ട, ചേട്ടൻ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് മാറി തപ്പടോ. ഇതെന്താണ് സർ, രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും? അല്ല, ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ. എന്ത് സഹായം? ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാം തരം മുങ്ങൽ വിദഗ്ധർ. നിന്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി പോകുന്നവരല്ല ഈ പണി. എന്താ പൂരി ഇറങ്ങുന്നോ? ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിക്ക് ഒരു STD വിളിക്കാനുണ്ടായിരുന്നു സർ. മാറിയേ, മാറോ. എന്താ കൃഷ്ണന്മാരത്? SP ഒരു മേൽദൂരത്ത് എത്തുകയല്ലേ ഉള്ളൂ. വരുന്നല്ലേ പറഞ്ഞു. ഓ, ഈ ആ കാപ്പീസ് അങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. മനുഷ്യ സേർത്ത് വലിപ്പിക്കല. ബോഡി കിട്ടിയോടോ? ഇല്ല സർ. കിട്ടിയ തപ്പു അല്ല ചോദ്യം തന്നെ ആരോടെ കൂടി കെട്ടിയെടുത്തേ? മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞിട്ട് സാർ ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റല്. അയ്യേ, യാത്ര മാറ്റി വെച്ചു. എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തനിക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. സാർ സിയത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ശരി ശരി, ഇയാളൊരു കാര്യം ചെയ്യ്, നേരെ സ്റ്റേഡിയത്തിലേക്ക് പോ. അവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ട്. ഫുട്ബോൾ മാച്ച് 4 മണി കഴിഞ്ഞാണ് സാർ. ഞാൻ ഇപ്പഴാ വെയിലത്ത് പോയി നിൽക്കണം സാർ. എടോ, ഇപ്പഴേ ക്രൗഡ് വരും, അങ്ങോട്ട് പോടോ. എടോ പോടോ. യൂസ്ലെസ്. ഓടാ കഴിവുള്ളവാനെ. എന്തുവാടാ പറഞ്ഞേ? അല്ല സാർ, ഇവന്റെ കാല ചവിട്ടി ഭയങ്കര വേദന. ഇങ്ങനെ പോയാലേ താൻ ചവിട്ട് കൊള്ളൂ. ചിരിക്കുന്നേ തപ്പടാ.
എന്താടാ കിടക്കാതെ കാര്യം പറ. കോവിലും നിറയെ പോലീസും ജനവും മുങ്ങലുകാരി കൊളുത്തി തപ്പുന്നു. ഇവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇവിടെ മുങ്ങ്. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട് നിൽക്കാൻ. ശവം കെട്ടി തമ്പുരാനെ. ഓ എന്റെ ഈശ്വര. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. യെസ് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് ശരി. പഞ്ചായത്ത് നടത്തിയോ? എന്താ ജനസംസാരം? ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ. ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ. മറിച്ചുള്ള അഭിപ്രായം എന്താ? അതിലൊന്നും വലിയ കാര്യമില്ല സാർ. 10-35 വയസ്സ് കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല. പെണ്ണുങ്ങളോട് കൊഞ്ചു സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ. തന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? സെൻട്രൽ മിനിസ്റ്റർ വരുന്നതിന് എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ട്? സാർ ഫ്ലൈറ്റ് ലേറ്റ് ആണ്. വൈകിട്ട് 6 മണിക്ക് എത്തൂ. അതിന് ഇപ്പോഴും അവിടെ പോയി കെട്ടിക്കിടക്കണോ? കെട്ടിക്കിടക്കണം. ഇയാൾ പോടോ ഫൂൾ. ഹലോ. ഓ ദൈവമേ, ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ്. മനസ്സോർന്നും 4 വാക്ക് തെണ്ടിയോട് പറയണം. അത് കഴിഞ്ഞ് എന്നെ ഈ യൂണിഫോമിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ. എനിക്കറിയാം. ഓക്കെ. ആ എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത്. അത് ശരി. മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തമ്പ്രാനെ മുമ്പേ അറിയാവോ? അറിയാം സർ. അറിയാന്ന് വെച്ചാൽ? നന്നായിട്ട് അറിയാം. എന്താ സർ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ്. രായൻ അസിസ്റ്റ് ചെയ്താൽ മതി സർ. പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായം ഉള്ളപ്പോ. സർ. യെസ് യു മേ ഗോ. ഓക്കെ. ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട്. ഞാനും വായിച്ചടോ. പൗരസമിതി പലർക്കും ഒരു വയറ്റിപ്പാടാണ് സാർ. ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ. പോലീസ് സൂപ്രണ്ട് സുബ്രഭാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പോലീസ് സൂപ്രണ്ട് സുബ്രഭാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പൗരസമിതി സിന്ദാബാദ്. കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ. ആ ഇരിക്കുന്ന സ്ത്രീയാ മരിച്ച സീതയുടെ അമ്മ. വിൽസ, അവന്മാർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്തേരെ. സർ. സാബു. താൻ എന്തിനാ വക്കീലെ ഇങ്ങോട്ട് വന്നേ? ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ, തന്റെ മരുമകൻ ഉണ്ണിത്തമ്പ്രാനെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ അറസ്റ്റ്? അല്ല, ഈ പത്രക്കാരും പൗരസമിതിക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി. പൗരസമിതി പോയി ചാകാൻ പറ വക്കീലെ.
ആരെ പ്രതിയാക്കണം യുവമാരാ തീരുമാനിക്കുന്നേ? ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ. എനിക്കൊരു സമാധാനവും ഇല്ല. എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ടട്ടൻ തുണ്ണി SP വലുതാണോ ഈ പൗരസമിതിക്കാര്? ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവണല്ലോ ദൈവമേ. ഉണ്ണി സമാധാനമായിട്ടിരിക്കുക. ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർട്ടിൽ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം. എന്താ പോരെ? അമ്മാവനൊന്ന് ഇവിടം വരെ വരുമോ? നാളെ രാവിലെ വരാം. ആ വയ്ക്കട്ടെ. ആ തമ്പുരാനൊന്ന് സ്റ്റേഷൻ വരെ വരണം. SP എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റി രാത്രിയല്ലേ, ആര് കാണാനാ? ഇതൊക്കെ മതി. പോവാം. വാ. ഇന്ദുവും കൂടെ വാ സാർ. ഇന്ദുവും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? തമ്പുരാൻ വാ. എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ, ആ ഷർട്ടും മുണ്ടും ഒന്ന് അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം. പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അരിക്കേ. എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ. ഇതെന്താ രാജ ഇവൻ എന്നോട് പറഞ്ഞത്? അരിയടാ, അരിയടാ അങ്ങോട്ട്. അരികേ. ഇതെന്താ തമ്പുരാനെ ഇത്? അയ്യോ, ഇത് പൊട്ടിക്കരുത്, പാവ. ഓഹോ. അല്ല തമ്പുരാനെ, തമ്പുരാന് സെല്ലിൽ കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം സിദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അയ്യോ അയ്യോ. സാബു. യെസ് സർ. വാടായിക്കോട്ടെ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു പറയില്ല. അയ്യോ 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 പറയില്ലല്ലോ. ഒന്നും ചെയ്യല്ലേ സാർ. അയ്യോ. ഇങ്ങനൊരു കൊലച്ചതി വേണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? എന്തു പറയണം? അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടുവോടോ വക്കീലെ? ഞങ്ങളൊരു സെറ്റപ്പൊക്കെ അറിയാമല്ലോ. താൻ ഏത് ഗോത്താഴത്തെ വക്കീലാണോ? എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു? എവിടെ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റോ? അതിന് ട്രൂ കോപ്പി നാളെ കോടതിയിലെത്തുമല്ലോ. അപ്പൊ കണ്ടാ മതി. ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ? എന്തു പറയാൻ? തന്റെ മരുമോൻ തമ്പുരാന് വീട്ടുവേലക്കാരുടെ കാമം തോന്നി. അത് സാധിക്കുന്ന ബത്തപ്പാടിൽ അവൾ ചത്തു. ആരും അറിയാതെ ശവം കുളത്തിൽ കൊണ്ടുപോയിട്ടു. അത്ര തന്നെ. മഹാപാപം പറയരുത്. മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക്. ആ അവനെ കുറിച്ചാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. തന്നെയും പിടിച്ച കൂട്ടുപ്രതിയാക്കും. എനിക്ക് അക്കാര്യത്തിൽ ചളുപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കും? അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ
സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ചെയ്തത് നിങ്ങളുടെ നാശത്തിനാ, സർവനാശത്തിന്. സൂക്ഷിച്ചോ, ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെയോട്ടം ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, കരുതിയിരുന്നു.